നമസ്കാരം, ബിഗ് ടി ന്യൂസിലേക്ക് സ്വാഗതം. CPM ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ അലങ്കോലപ്പെട്ടതിന് പിന്നാലെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തിയ പാർട്ടിയിലെ അതൃപ്തർ. CPM എന്ന പേരിലാണ് വിവിധ ലോക്കൽ കമ്മിറ്റിയിലെ അസംതൃപ്തരായ ആളുകൾ പ്രകടനം നടത്തിയത്. കൊള്ളക്കാരിൽ നിന്ന് രക്ഷിക്കൂ എന്ന പ്ലക്കാർഡ് പിടിച്ചായിരുന്നു പ്രതിഷേധം. 50ഓളം പേരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകി. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം. BJPയുടെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. കൊടകര കള്ളപ്പണക്കേസിൽ ആരോപണം നേരിടുന്ന K. സുരേന്ദ്രനെ പ്രതി ചേർക്കാതെ മൊഴിയെടുക്കുക മാത്രമാണ് ചെയ്തത്. പണം കൊണ്ടുവന്ന ധർമ്മരാജനുമായി സുരേന്ദ്രന് ബന്ധമുണ്ടായിരുന്നുവെന്നായിരുന്നു തിരൂർ സതീഷിന്റെ മൊഴി. പറവ ഫിലിംസ് ഓഫീസിൽ റെയ്ഡ് നടത്തിയതിനു പിന്നാലെ നടൻ സൗബിൻ ഷാഹിറിനെ ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയെന്നാണ് വിവരം. പറവ ഫിലിംസ് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധന ഇന്നലെ രാത്രി 11 മണി വരെ നടന്നിരുന്നു. പറവ ഫിലിംസിൽ 60 കോടിയുടെ നികുതി വെട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. കോതമംഗലം കുട്ടമ്പുഴയിൽ നിന്നും കാണാതായ 3 സ്ത്രീകളെ കാടിനുള്ളിൽ നിന്നും കണ്ടെത്തി. പാർക്കുട്ടി, ഡാർലി സ്റ്റീഫൻ, മായ എന്നിവരെയാണ് വനത്തിനുള്ളിൽ 6 കിലോമീറ്റർ അകലെ അറക്കമുത്തി എന്ന പ്രദേശത്ത് നിന്നും കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത്. കുട്ടൻപുഴ ആട്ടിക്കളം വനമേഖലയിലേക്ക് കയറിപ്പോയതിനെ തുടർന്ന് മായയുടെ പശുവിനെ കാണാതായിരുന്നു. പശുവിനെ തിരക്കിയാണ് ഇവർ മൂവരും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കാടിനുള്ളിലേക്ക് പോകുന്നത്. തുടർന്ന് വൈകിട്ട് 4 മണിയോടെയാണ് 3 സ്ത്രീകളെയും വനത്തിൽ കാണാതായതായി സ്ഥിരീകരിക്കുന്നത്. വയലിനിസ്റ്റ് ബാലഭാസ്കറുടെ മരണം കൊലപാതകമാണെന്ന് തുറന്നു പറയുകയാണ് പിതാവ് KC ഉണ്ണി. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്വർണ്ണക്കടത്ത് മാഫിയാണ്. ഡ്രൈവറായ അർജുൻ ക്രിമിനൽ ആണെന്ന് മനസ്സിലാകുന്നത് വൈകിയാണ്. ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല. CBIയും ഇവരുടെ സ്വാധീനത്തിന് വഴങ്ങി. പെരിന്തൽമണ്ണ സ്വർണ്ണക്കടത്ത് കേസിൽ ബാലഭാസ്കറുടെ ഡ്രൈവറായിരുന്ന അർജുൻ അറസ്റ്റിലായ പശ്ചാത്തലത്തിലാണ് KC ഉണ്ണിയുടെ ഈ പ്രതികരണം. പുതിയ കണ്ടെത്തലുമായി ധനവകുപ്പ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് കൂടുതൽ ക്രമക്കേടുകളാണ് ധനവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. കോട്ടയ്ക്കൽ നഗരസഭയിലെ 7ാം വാർഡിലെ പെൻഷൻ ക്രമക്കേടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. 42 ഗുണഭോക്താക്കളിൽ 38 പേരും അനർഹരാണെന്നാണ് ധനകാര്യ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തുന്നത്. BMW കാർ ഉടമകളും ആഡംബര വീടുകളിൽ താമസിക്കുന്നവരും ഉൾപ്പെടെയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. ചിലർക്ക് വീടുകളിൽ എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമുണ്ട്. ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി KN ബാലഗോപാലൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദാനി വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് പ്രതിഷേധം തുടർന്നു. ലോക്സഭയിലും രാജ്യസഭയിലും വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് നോട്ടീസ് നൽകിയെങ്കിലും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ല. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ സഭ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ ലോക്സഭ 12 മണി വരെ നിർത്തിവെച്ചു. പ്രതിപക്ഷത്തിന്റേത് മോശം നടപടിയെന്നായിരുന്നു രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിന്റെ വിമർശനം. അറബിക്കടലിൽ വൻ ലഹരിമരുന്ന് വേട്ട. ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷനിൽ 500 കിലോഗ്രാം ലഹരിമരുന്നാണ് പിടികൂടിയത്. ശ്രീലങ്കൻ പതാക വച്ച 2 ബോട്ടുകളിലായാണ് ലഹരിമരുന്ന് എത്തിയത്. 2 ബോട്ടുകളും ഇതിലുണ്ടായിരുന്നവരെയും ശ്രീലങ്കൻ നാവികസേനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. മ്യാൻമാറിൽ നിന്നുള്ള 5 ടൺ ലഹരിമരുന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടികൂടി ദിവസങ്ങൾക്കുള്ളിലാണ് വീണ്ടും ഈ വൻ ലഹരി വേട്ട. സംഘർഷത്തെ തുടർന്ന് അടഞ്ഞുകിടന്ന മണിപ്പൂർ ഇംഫാൽ താഴ്വരയിലെയും ജിരിബാം ജില്ലയിലെയും സ്കൂളുകൾ 13 ദിവസങ്ങൾക്ക് ശേഷം തുറന്നു. മണിപ്പൂരിലും അസമിലുമുള്ള ജിരി ബരാക് നദികളിൽ നിന്ന് കാണാതായ 3 സ്ത്രീകളുടെയും 3 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. നവംബർ 16 മുതൽ ഇവിടെയുള്ള സ്കൂളുകൾ അടഞ്ഞുകിടക്കുകയായിരുന്നു. ഈ ജില്ലയിലെല്ലാം ഇന്ന് പുലർച്ചെ 5 മുതൽ വൈകിട്ട് 4 വരെയുള്ള കർഫ്യൂവിൽ സംസ്ഥാന സർക്കാർ ഇളവ് നൽകിയിരുന്നു. ഗർഭിണിക്ക് ജാമ്യം അനുവദിച്ച് ബോംബെ ഹൈക്കോടതി. ജയിലിൽ പ്രസവിക്കുന്നത് കുട്ടികളുടെ മാനസിക അവസ്ഥയെ ബാധിക്കുമെന്ന് കരുതിയാണ് ജാമ്യം നൽകിയത്. 6 മാസത്തേക്കാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് ഉമാ കോശിയുടെ സിംഗിൾ ബെഞ്ചാണ് ഉത്തരവിട്ടത്. മയക്കുമരുന്ന് കേസിൽ ജയിലിൽ പോയ സുർബി സോണി എന്ന യുവതിക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത്.